ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ബേസിലായിട്ടുള്ള സിലബസ് നിലവിൽ PSC പ്രസിദ്ധീകരിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് പഴയ സിലബസ് നമുക്ക് ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ 2020 നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻ ടോപ്പിക്സ് ഒന്ന് നമ്മൾ കണ്ടുപോവുകയാണ്. അതിനുശേഷം പുതിയതായിട്ട് PSC ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സിലബസ് വെച്ചും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. നമുക്ക് സമയം തീരെ കളയാനില്ലാത്തത് കൊണ്ട് നമ്മൾ പഴയ സിലബസ് വെച്ച് ക്ലാസ്സുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ സിലബസ് ആയിട്ടാണ് അന്ന് ഇത് പ്രസിദ്ധീകരിച്ചത്. 2/2020 എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയും അതുപോലെ തന്നെ 237 2018 തുടങ്ങി ഒരു 5-6 കാറ്റഗറിയിലോട്ടുള്ള എക്സാമിന് വേണ്ടി കോമൺ ആയിട്ടുള്ളൊരു സിലബസ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട് 1 ആയിട്ട് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ള ഒരു പാർട്ട് 1 കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പാർട്ട് 1 കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, അതിൻ്റെ അകത്ത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, നെയിംലി പാർട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് തുടങ്ങിയവ. അതുപോലെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവല്യൂഷൻ, അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റേജസ്, പ്രത്യേകമായിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്ത ഈ 4 സ്റ്റേജും വളരെ പ്രധാനപ്പെട്ടതായിട്ട് കഴിഞ്ഞ ഒരു സിലബസിൽ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കേരളത്തിലെ ഇന്ത്യയിലെയും ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇന്ത്യയിലെ അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കോപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പോർഷനകത്ത് വന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ്സിനെ സഹായിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ, അത് നാഫ, ഡെഫ്കോ, ക്രിപ്കോ, അതുപോലെ നബാർഡ്, NDDB, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങി നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ്, അതും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ടോപ്പിക്കിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെ ഉള്ളടക്കം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അപ്പീൽ, റിവ്യൂ, റിവിഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവാർഡ്, ആർബിട്രേഷൻ തുടങ്ങിയ കോപ്പറേറ്റീവ് ലോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സോഴ്സ് ഓഫ് ഫണ്ട്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അതുപോലെ തന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് ലെജിസ്ലേഷനകത്ത് 1904 ആക്ട്, 1912 ആക്ട്, അതുപോലെ തന്നെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല്, അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് 2002, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അത്യാവശ്യം കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എല്ലാം കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. അല്ല പാർട്ട് 2 വരുമ്പോൾ ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. പാർട്ട് 2 കൊമേഴ്സ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, കൊമേഴ്സ്യൽ ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തൊന്ന് നോക്കുക. അതുപോലെ സെൻട്രൽ ബാങ്കിങ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡിലെ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സിലബസിൽ അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, ലിബറലൈസേഷന് മുമ്പ് ശേഷമുള്ള ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാങ്കിങ് ലെജിസ്ലേഷൻ, ഇന്ത്യയിലെ ബാങ്കിങ് ലെജിസ്ലേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങിൻ്റെ പ്രാക്ടീസസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെക്കുകളെ കുറിച്ചും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ, അങ്ങനത്തെ പല പല ബാങ്കിങ് പ്രാക്ടീസസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങി പ്രോമിസറി നോട്ട്, സകല കാര്യങ്ങളെക്കുറിച്ചും സിലബസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. KCC സ്കീം, നബാർഡ്, SHG ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനായിരുന്നു. RTGS, IBS, നെഫ്റ്റ്, ECS, ATM, CTS, SWIFT, CDM തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ബാങ്കിങ് ടെക്നോളജികളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്യാബിൾസ് സർഫേസ് ആക്ട്, അതുപോലെ പല പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ,
പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന തുടങ്ങി പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കീമുകളെക്കുറിച്ചും ഈ ഒരു പോർഷനിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് പാർട്ട് 3 ആയിട്ട് IT ആൻഡ് സൈബർ ലോ, അതിന് ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാൻ വാൻ മാൻ, അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോയും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിലബസിനകത്തു നിന്നല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞ തവണ എക്സാമിന് വന്നില്ല. അതിൻ്റെ അർത്ഥം ഈ സിലബസ് മാത്രം കവർ ചെയ്ത കുട്ടികൾക്കെല്ലാം നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചു. പക്ഷേ വേക്കൻസി അവർ വെട്ടിക്കുറച്ചത് കൊണ്ട് മാത്രം ഒത്തിരി പേർക്ക് ജോലി ലഭിക്കാതെ പോയി. ഏകദേശം 400ഓളം പേർക്ക് മാത്രമേ ജോലി ലഭിച്ചുള്ളൂ. ഇതിന് മുമ്പത്തെ എക്സാമിന് ഏകദേശം 900ഓളം ആളുകൾക്ക് ജോലി ലഭിച്ചതായിരുന്നു. അപ്പോൾ അത്ര ഒരു വ്യത്യാസം കഴിഞ്ഞ തവണ വേക്കൻസിയിലുണ്ടായി. പക്ഷേ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചവർക്കെല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ സിലബസിനെ വിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ട, സിലബസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സമയം കളയാനില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ക്ലാസ്സുകൾ കാണുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.